ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് ടൗണിലേക്ക് പോവാണ് കേട്ടോ. ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുങ്ങി സെറ്റായി ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായിട്ട് വൈകുന്നേരം രാത്രി കൊടുക്കത്തെ മഴയുണ്ട്. അപ്പോൾ റോഡിലൊക്കെ വെള്ളമാണ്. അപ്പോൾ വെള്ളം ചവിട്ടാണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആണ് ഞങ്ങൾ നടന്ന് താഴോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അപ്പണിക്കാണെങ്കിൽ ഭയങ്കര മടിയാണ് കേട്ടോ. എന്താ പറയുക, മഴക്കാലത്തൊക്കെ നടക്കാനൊക്കെ ചെളിയാവും കാലിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ കുറച്ച് വൃത്തിയുള്ള ടൈപ്പാണ്. പിന്നെ ഇതേ നമ്മൾ താക്കോലൊക്കെ തൂക്കി പിടിച്ചിട്ട് നമ്മൾ താഴോട്ട് നടക്കണം. താഴെയാണ് നമ്മുടെ കാർ ഇരിക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പണി മടിച്ച് കണ്ടില്ല, അവൻ്റെ നടത്തം കണ്ടില്ല, അവന് എതിരെ നടക്കണം എന്നൊക്കെ അറിയാണ്ട് നടക്കാണ്. പിന്നെ ഫുൾ ദേഷ്യത്തിലാണ് കേട്ടോ. അമ്മേനോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല എന്നൊക്കെ അങ്ങനെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ആദ്യം തന്നെ വന്ന് കാറിൽ ഇരിക്കുന്നുണ്ട്. വന്നിട്ട് എന്താ പറയുന്നത്, പേപ്പറിൽ കാലൊക്കെ തുടച്ചിട്ടാണ് കാറിലേക്ക് കയറിയത് കേട്ടോ. ഈ ഇടയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ എന്നോട് പറയാറുണ്ട്, രവിയേട്ടൻസ് കടയിൽ നമുക്ക് പോകണം, അവിടെ നിന്നിട്ടൊരു നല്ലൊരു അടാറായിട്ടുണ്ട്, അത് നമുക്ക് കഴിച്ച് നോക്കണം, ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് പോവാൻ സെറ്റ് എന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് എനിക്ക് സത്യാവസ്ഥ മനസ്സിലായത്, അത് പേർക്കിറച്ചിയായിരുന്നു ഗൈസ്. പന്നിയുടെ വിഭവങ്ങളാണ് അവിടെ ഉള്ളത് കേട്ടോ. പന്നിയിറച്ചിയുടെ, അതായത് ഫ്രൈ, ചില്ലി, പിന്നെ വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ കഴിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഏട്ടൻ അത് അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു ദിവസം അങ്ങോട്ടേക്ക് പോകണം, അവിടെ നിന്ന് നല്ലോണം എല്ലാ ഐറ്റവും നമുക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ കാറ് കയറിയപ്പോൾ എങ്ങോട്ട് പോകും, ചുമ്മാ ഒന്ന് ടൗണിലൊക്കെ കറങ്ങി ചായ എല്ലാം കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞ് നമുക്ക് അങ്ങനെ രവിയേട്ടൻസ് കടയിലേക്ക് പോകാമെന്ന് കേട്ടോ. അപ്പോൾ പന്നിയിറച്ചി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് മുഖം ഒന്ന് ചുളിങ്ങി. കാരണം എന്താ പറയുന്നത്, ഞാനൊരു വിരലിൽ എണ്ണുന്ന അത്രയേ പന്നിയിറച്ചി കഴിച്ചിട്ടുണ്ടാവുള്ളൂ. ഒരു 1, 2, 3 പ്രാവശ്യം മാത്രം. 2 പ്രാവശ്യം എന്നെ പറ്റിച്ച് തന്നെങ്കിലും ഒരു പ്രാവശ്യം ഞാൻ അറിഞ്ഞുകൊണ്ട് കഴിച്ച് നോക്കിട്ടോ. അതായത് 1, 2 കഷ്ണം മാത്രമേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഇറങ്ങി തിരിച്ച് ഇനി കഴിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ഞാനും തീരുമാനിച്ചിട്ടോ. പോർക്കെങ്കിൽ പോർക്കൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും കുറേ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞതല്ലേ. രവിയേട്ടൻസ് കടയിലെ പോർക്കിറച്ചിനെ കുറിച്ചിട്ട് കുറേയൊക്കെ ഏട്ടൻ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതാണ് ഇപ്പം എന്നെ കൂട്ടി അങ്ങോട്ട് പോകുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ, അവിടെ അടിപൊളിയാന്ന് എല്ലാവരും പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ മഴയാണെങ്കിൽ പിന്നെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്. എനിക്ക് ഈ ഒരു കാലാവസ്ഥയിൽ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ദേ കൊളകപ്പാറ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ തിരിഞ്ഞ് അങ്ങനെ പോവുകയാണ് കേട്ടോ. കുറച്ചൊന്ന് ഉള്ളിലോട്ട് പോകണം, ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. ഉള്ളിലൂടെ പോകുമ്പോൾ അപ്പുറം കാടുള്ള പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക കേട്ടോ. അങ്ങനെ ഈ MCF പബ്ലിക് സ്കൂളിൻ്റെയൊക്കെ ആ ഒരു റൂട്ടിലാണ് പോകുക. അപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് റൂട്ട് അറിയാത്തതുകൊണ്ട് ആ ഒരു ബൈക്കിൽ വരുന്ന ചേട്ടനോട് റൂട്ടൊക്കെ ചോദിച്ചിട്ട് നമ്മൾ അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടു. അങ്ങനെ അധിക ദൂരമൊന്നും നമുക്ക് യാത്ര ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ എത്തിയത് രവിയേട്ടൻസ് കട കണ്ടോ. നല്ല അടിപൊളി പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങി, ഞാനിറങ്ങി, കുഞ്ഞുവാണെങ്കിൽ ഏട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കുക. കാരണം അവൻ ചെരുപ്പും ഷൂസും ഒന്നും ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് ഏട്ടൻ അവൻ എടുക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഏട്ടനും അവൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളവിടെ കയറി ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ദേ ഇതാണ് നമ്മുടെ AK ജംഗ്ഷൻ, കൊളകപ്പാറ. ഡീറ്റെയിൽസും ഫോൺ നമ്പറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ പുതുതായിട്ട് ഇങ്ങനെ എന്താ പറയുന്നത്, പോർക്കിറച്ചിയൊക്കെ ഇഷ്ടമുള്ളവർക്കുണ്ടെങ്കിൽ ഇവിടെ വന്ന് ട്രൈ ഒക്കെ ചെയ്യാമല്ലോ. പിന്നെ ഇവിടെ കുറച്ച് എന്താ പറയുന്നത് വീട്ടു സാധനങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവരുടെ തന്നെയാണ് തോന്നുന്നുണ്ട് ആ ഷോപ്പും. പിന്നെന്താ, നമ്മളങ്ങനെ ഉള്ളിലോട്ട് കയറിയിട്ടോ. ഉള്ളിലോട്ട് കയറിയപ്പോൾ നല്ല സിറ്റിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വിശാലമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇവിടെയൊക്കെ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരു മൂലയ്ക്ക് ഒരു സ്ഥലം പിടിച്ചിട്ടോ. കയറി വന്ന പാട് മക്കൾ 2 കടലമുട്ടായി പോലത്തെ മിച്ചർ മിഠായി എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പോർക്ക് ചില്ലി, പോർക്ക് ഫ്രൈ, അങ്ങനത്തെ ഐറ്റംസാണ് പറഞ്ഞത്. പിന്നെ വേറെ എന്തോ ഒരു ഐറ്റം കൂടെ പറഞ്ഞിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അത് തീർന്നു പോയി എന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ പറയുക, ഫ്രൈ കൊണ്ടുവരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഓരോന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല വിശാലമായിട്ടുള്ള സിറ്റിംഗ് സൗകര്യങ്ങളുണ്ട് കേട്ടോ. അത് മെയിനായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോയ സമയത്ത് തിരക്ക് കുറവായിരുന്നു. പക്ഷേ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരുന്നു കേട്ടോ. എനിക്കൊന്നും മഴ ആയതുകൊണ്ടായിരിക്കും എല്ലാവരും എന്താ പറയുന്നത് ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് കുറച്ച് ഉള്ളോട്ടേക്ക് വരാനുണ്ട്, നമ്മുടെ കൊളകപ്പാറയിൽ നിന്ന് കുറച്ച് ഉള്ളോട്ട് വരാനുണ്ട്, അതാ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രൈ ആദ്യം തന്നെ വന്നിട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയും നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് പൊറോട്ടയും അതേപോലെ കപ്പയായിരുന്നു പറഞ്ഞത്. അപ്പം ഞങ്ങൾ ആദ്യം കപ്പ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കപ്പയാണ് വാങ്ങിയ 2 പ്ലേറ്റ് കപ്പ. പിന്നെ നല്ല എരിവുള്ളൊരു ഗ്രേവിയും കൂടെ കൊണ്ടുവച്ച് എനിക്ക് ഇപ്പോൾ കാണുമ്പോഴും പേടിയാവുന്നു ഗൈസ്. കാരണം നല്ല ഒടുക്കത്തെ എരിവായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒരു എന്താ പറയുക, ഒരു കയ്യിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ ഞാൻ. അപ്പോഴത്തേക്കും ചുണ്ടെല്ലാം നീറാൻ തുടങ്ങി. നല്ല എരിവായിരുന്നു കേട്ടോ. അങ്ങനെ കപ്പയ്ക്കൊക്കെ നല്ല, എനിക്ക് പിന്നെ പൊതുവേ ഇഷ്ടമാണ്, എരിവ് ഭയങ്കര ഇഷ്ടമാണ്. എരിവോടെ കഴിച്ചിട്ട് ചൂടുള്ള വെള്ളവും ചൂടുള്ള കട്ടൻ ചായയൊക്കെ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതേ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ അപ്പുണ്ണിനോട് ഇത് ബീഫാണെന്നാണ് പറഞ്ഞത് കേട്ടോ. പന്നിയിറച്ചി എന്നൊക്കെ പറഞ്ഞാൽ അവൻ കഴിക്കില്ല എന്തായാലും. അങ്ങനെ ഞാനൊരു കഷ്ണം എടുത്ത് കഴിച്ച് നോക്കുകയാണ്. അടാറ് ടേസ്റ്റ് പറഞ്ഞിട്ട് ഒന്നും പറയാനില്ല ഗൈസ്. കാരണം എന്താ പറയുന്നത്, നമുക്ക് അത്രയ്ക്കും സോഫ്റ്റ്, വായിലിട്ടിട്ട് അലിഞ്ഞു പോകുന്ന പോലെയായിരുന്നു. പിന്നെ അതിൻ്റെ മസാലയും ഒരു രക്ഷയില്ല. എനിക്ക് ഇപ്പോഴും വായിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു സവാളയും പിന്നെ ഇങ്ങനെ പെറുക്കി തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഏട്ടനും വിചാരിച്ചു നിനക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഞാനായിരുന്നു കൂടുതൽ കഴിച്ചത് കേട്ടോ. അപ്പോൾ സംഭവം കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ ഈ വീട്ടിൽ നിന്നൊക്കെ വെച്ചതാണ് കഴിച്ചത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മസാലയായിരുന്നു. പന്നിയിറച്ചിയാണെന്നൊന്നും തോന്നുന്നില്ല കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ അത് ഏട്ടനും കൂടെ കഴിക്കുന്നുണ്ട്. ഈ വീഡിയോ എപ്പോൾ കാണുമ്പോഴും എൻ്റെ വായിൽ വെള്ളം ഊറുന്നത് എനിക്ക് ഉറപ്പാണ് കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. എനിക്കത് ഓർമ്മ വരും ഞാൻ കഴിച്ചത്. പിന്നെ എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചത് ഇങ്ങനത്തെ ഒരു ടേസ്റ്റേ അല്ല.
ഈ പോർക്ക് ഫ്രൈയുടെ മസാല പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു മസാല തന്നെയാണ്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന പോലത്തെ സാധാ മസാലയൊന്നുമല്ല, എന്തൊക്കെയോ സ്പെഷ്യൽ കൂട്ടുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നി. കഴിച്ചപ്പോൾ ഭയങ്കര ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നിട്ട്. അങ്ങനെ അതേ തേങ്ങാപ്പൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തേങ്ങാപ്പൂളും ഒരു കഷ്ണം പോർക്കും അതുപോലെ തന്നെ സവാളൊക്കെ വെച്ചിട്ട് കപ്പ നല്ലോണം വെട്ടി വിഴുങ്ങി. അപ്പനും കുഞ്ഞിനും കപ്പ കൊടുത്തിട്ട് കഴിച്ചില്ല, അതുകൊണ്ട് തന്നെ ഒരു പൊറോട്ട പറഞ്ഞിട്ടോ, ഒരൊറ്റ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് രണ്ടാകും കൂടെ പീസായി കൊടുത്ത് വലിയ പൊറോട്ട ആയിരുന്നു കേട്ടോ. രണ്ടാകും കൂടെ ഓരോ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ട് അപ്പുണ്ണിയും അങ്ങനെ കഴിച്ചു, കുഞ്ഞുണ്ണിയും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുണ്ണി ആദ്യം ഇത് കണ്ടപ്പോൾ സംശയത്തോടെ നോക്കി, അമ്മ ഇതെന്താ ജെല്ലി ടൈപ്പ്, ഇത് ബീഫ് അല്ലല്ലോ എന്നൊക്കെ എന്നോട് കുറേ ചോദിച്ചു. പിന്നെ ഞാൻ അതൊക്കെ മാറ്റി, ആ ജെല്ലി ടൈപ്പ് പോലെയുള്ള ഇറച്ചിയൊക്കെ മാറ്റിയിട്ട് ഞാൻ കുറച്ച് എന്താ പറയുന്നത് ഇറച്ചിയുള്ള ഭാഗങ്ങൾ നോക്കി ഇട്ട് കൊടുത്തപ്പോൾ അവൻ പെറുക്കി തിന്നു കേട്ടോ. ഇത് പോർക്കിറച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ എന്തായാലും കഴിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ അത് നല്ല ചൂടുള്ള കട്ടൻ ചായയും വന്നിട്ടുണ്ടായിരുന്നല്ലോ. കട്ടൻ ചായയും കട്ടൻ കാപ്പിയും ഉണ്ടായിരുന്നുള്ളൂ, പാലൊഴിച്ചിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ ഏലക്കൊക്കെ ഇട്ട നല്ല കട്ടൻ ചായ ആയിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ അപ്പുണ്ണി പൊറോട്ട കടിച്ച് വറക്കുന്നുണ്ട് കേട്ടോ. പല്ലിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ അവന് പൊറോട്ട കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതേ നമ്മൾ അങ്ങനെ അതേ ഫ്രൈ പറഞ്ഞതിന് ശേഷം നമ്മൾ ചില്ലി പറഞ്ഞു കേട്ടോ. പോർക്ക് ചില്ലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില്ലി കാണാൻ തന്നെ ഒരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു കഴിച്ചതിൽ വെച്ചിട്ട് ചില്ലീനെക്കാട്ടി ടേസ്റ്റ് തോന്നിയത്, ചില്ലീനേക്കാളും ടേസ്റ്റ് തോന്നിയത് ഫ്രൈക്കാണെന്ന് എനിക്ക് തോന്നിയത്. അടിപൊളി മസാലയൊക്കെ ആയിരുന്നു ഫ്രൈക്ക്. ഇത് കുഴപ്പമൊന്നുമില്ല, നമുക്കിത് കഴിക്കുമ്പോൾ ചില്ലി കഴിക്കുമ്പോൾ ഒട്ടും ഇത് പന്നിയിറച്ചിയൊന്നും തോന്നില്ല കേട്ടോ. അപ്പോൾ ചില്ലി കഴിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ബീഫ് കഴിക്കുന്ന ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഫ്രൈ അടിപൊളിയായിരുന്നു. എനിക്ക് ഫ്രൈ ആയിരുന്നു കൂടുതൽ ഇഷ്ടമായത്, ഏട്ടനും ഫ്രൈ ആയിരുന്നു കൂടുതൽ ഇഷ്ടമായിരുന്നത്. എൻ്റെ ചുണ്ടിൻ്റെയും കണ്ണിൻ്റെയൊക്കെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, കാരണം നല്ലോണം വലിച്ച് കയറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എരിഞ്ഞെരിഞ്ഞാണ് കഴിക്കുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര ഇഷ്ടമാണ് എരിവുള്ള ഐറ്റം. പിന്നെ എന്താ പറയുന്നത്, ഇവിടുത്തെ ഫ്രൈക്കൊക്കെ കുറച്ച് എന്താ പറയുന്നത് കുറച്ച് സ്പൈസിയാണ്. അതാണല്ലോ അതിൻ്റെ ഒരു രുചി. സ്പൈസി ആയിട്ടാണ് കുറച്ചുകൂടെ രുചി. കപ്പേൻ്റെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടൻ്റെ ഒക്കെ കൂടെ നല്ല സ്പൈസി ആകുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുമല്ലോ. അങ്ങനെ നല്ലോണം ഒന്നും ബാക്കി വെക്കാത്ത രീതിയിൽ കഴിച്ചിട്ടോ. പിന്നെ എരിവോട് കൂടിയിട്ട് കട്ടൻ ചായ, ചൂട് കട്ടൻ ചായ ഊതി ഊതി കുടിക്കുമ്പോൾ കിളികളൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. എൻ്റെ തീറ്റ കണ്ടിട്ട് ഏട്ടൻ തന്നെ അതിശയിച്ച് പോയിട്ടോ. നീയല്ലേ ശ്രുതി പറഞ്ഞത് പോർക്കാണെങ്കിൽ വേണ്ട, പോർക്ക് ഫ്രൈയോ പോർക്ക് ചില്ലിയോ ഒന്നും വേണ്ട, ഞാൻ ആകെ 1-2 കഷ്ണം വേണമെങ്കിൽ വന്ന സ്ഥിതിക്ക് കഴിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ കഴിച്ച് തുടങ്ങിയപ്പോൾ പോർക്കിൻ്റെ ഫ്രൈ ഒരു 3/4 ഭാഗവും കഴിച്ച ഞാനാണ് കേട്ടോ. ഏട്ടനാണ് ചില്ലി കഴിച്ചത്. ചില്ലിനോട് എനിക്ക് ചില്ലി കഴിക്കാനുള്ള ഒരു ഗ്യാപ്പ് വയറിലുണ്ടായില്ല എന്ന് പറയാം, കാരണം ഞാൻ നല്ലോണം ഫ്രൈ ഇരുന്ന് കഴിച്ചിരുന്നു കേട്ടോ. അങ്ങനത്തെ നല്ലോണം ആസ്വദിച്ചിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചു. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ പോർക്കിറച്ചി ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് ഗൈസ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. മസാലക്കൂട്ടൊക്കെ വെറൈറ്റി തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊന്നും കുറഞ്ഞിട്ടുണ്ട്, മഴയൊന്നും ഇല്ലായിരുന്നു പോകുന്ന വഴിക്ക്. പിന്നെ ബില്ല് വന്നിട്ട് 432 രൂപയാണ് നമ്മൾ കഴിച്ചതിനെ എല്ലാം കൂടെ കൂട്ടിയിട്ട്. പിന്നെ ദേ അപ്പുണ്ണി നല്ല പാട്ടെല്ലാം കേട്ട് എൻജോയ് ചെയ്തിട്ട് അവൻ നല്ല ഡാൻസ് എല്ലാം കളിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുവാണെങ്കിൽ പാവം ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ അവന് ദേ ഇവിടെ സീറ്റിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ ദേ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയുള്ള പുതിയൊരു വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ സീ യു.